ഹലോ കൂട്ടുകാരെ, ഇത് ഡിവൈൻ ഫെമിനൈൻസിന് മാത്രമായിട്ടുള്ള ഒരു എനർജി ചാനലിംഗ് ആണ്. അർജൻറ്റായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ഇടണമെന്ന് തോന്നി. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് എനർജീസ് ഹെവിയാണ്. അപ്പോൾ മേ ബി ഇതെന്തുകൊണ്ടാണെന്നൊന്നും അറിയാതെ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഹെവി എനർജീസ് ആണെന്ന് പറഞ്ഞോളൂ. ഇതിൽ കളക്റ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസ് ആണോ, അല്ലെങ്കിൽ ഈ ജേർണിയിൽ ഇനിഷ്യൽ സ്റ്റേജിലുള്ളവരാണോ എന്നൊന്നുമല്ല. എല്ലാവർക്കും ഈ ഒരു എനർജീൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് അവരുടെ എനർജറ്റിക് ഫീൽഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കളക്റ്റീവായിട്ട് പറയുമ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് മേ ബി ഒത്തിരി ആൾക്കാർക്ക് മെഡിറ്റേഷൻ ചെയ്യാനൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ ടോട്ടലി ഒരു ഡിസ്കണക്ഷൻ ഫ്രം ദ സ്പിരിച്വാലിറ്റി എന്ന് പറയാം. മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നുന്നില്ല, വെളിയിൽ പോകാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ വന്ന പോലെ മന്ത്രജപങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ നിർത്താൻ തോന്നുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ചെയ്തിട്ടും ആ ഒരു കാര്യത്തിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ സൈക്കിക് അറ്റാക്ക് ആയതിൻ്റെ ഒരു കോൺസിക്വൻസസ് ആണ് നമ്മൾ ഗോ ത്രൂ ആവുന്നതെന്ന് മനസ്സിലാക്കുക. സൈക്കിക് അറ്റാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് എനർജീസിൻ്റെ ഇമ്പാക്റ്റ് ആണ് ഓഫ് കോഴ്സ്. പക്ഷേ അതിലൂടെയും നമ്മൾക്ക് ഗോ ത്രൂ ആയേ പറ്റത്തുള്ളൂ, അതിലൂടെയും ലേണിംഗ് എടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെയൊരു കാര്യത്തിലൂടെ നമ്മൾ ഗോ ത്രൂ ആവുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്ന ഉടനെ പേടിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സായിട്ട് അതിനുള്ള സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ആ കാര്യങ്ങളിലൂടെ ഗോ ത്രൂ ആയി അതിനെയും ഫേസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ളൊരു സ്ട്രെങ്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അത്രയും ഒരു ലേസിനെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മടി പോലെ എന്നൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എവിടുന്നോ ആ ഒരു നെഗറ്റീവ് അറ്റാക്സിൻ്റെ ഭാഗമായിട്ട് നമ്മളിലേക്ക് വന്ന ഒരു എനർജിയാണത്. അപ്പോൾ ഈ ഒരു എനർജീനെ നമുക്ക് ക്ലെൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കൂടുതലായിട്ട് ഗ്രൗണ്ടിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വെള്ളം കൂടുതലായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും അതിപ്പം നമ്മളൊരു പെർട്ടിക്കുലർ പ്ലേസിലിരുന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നാമം ജപിക്കണമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ വിളിക്കണമെന്നോ, അല്ലെങ്കിൽ ഏതാണോ നമ്മൾക്ക് ആ ഒരു ഹയർ ലെവൽ എനർജിയിലേക്ക് കണക്റ്റായിട്ട് ഇരിക്കാനായിട്ട് നമുക്കങ്ങനെ ഒന്നും ഒരു പെർട്ടിക്കുലറായിട്ട് ഉള്ള എന്താ പറയുന്നത് ചിട്ടകൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം വർക്കിലൊന്നും അല്ലാതെ എപ്പോഴും ആ ഒരു മന്ത്രോച്ചാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. പിന്നെ ഒരു സോളിറ്റ്യൂഡിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കാരണം നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് വരുന്ന ആൾക്കാരിലൂടെ, അതിപ്പോൾ ഈവൻ ഒരു കോളാവാം, ഒരു ലോവർ വൈബ്രേഷൻ എനർജിയിലുള്ള ഒരാളിൻ്റെ കോളിലൂടെ ആവാമായിരിക്കും നമുക്ക് നെഗറ്റീവ് അറ്റാക്ക് വരുന്നത്. അപ്പം കോൾസ് എടുക്കരുത്, അല്ലെങ്കിൽ ആരോടും സംസാരിക്കരുതെന്നല്ല, കഴിവതും മാക്സിമം ആയിട്ടുള്ള കൺവെർസേഷൻസ്, സംഭാഷണങ്ങൾ നീട്ടിക്കൊണ്ട് പോകാതെ കട്ട് ആൻഡ് റൈറ്റിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ സോളിറ്റ്യൂഡിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ തന്നെ എനർജീനെ ക്ലെൻസ് ചെയ്യാനുള്ളൊരു ശക്തി നമ്മളിൽ നിന്നും തന്നെ കിട്ടും. ആൻഡ് ഓറ ക്ലെൻസിങ് രാവിലെയും വൈകിട്ടും ചെയ്യുക. പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും ദേവാലയങ്ങൾ അല്ലെങ്കിൽ അത്രയും പോസിറ്റിവിറ്റി ഉള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത കളക്റ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു 4-5 ദിവസത്തിൽ കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂസാണ്. പനി, തലവേദന, വോമിറ്റിംഗ് സെൻസേഷൻസ്, ബാക്ക് പെയിന്, ലൈക്ക് കാലിൻ്റെ റൈറ്റ് സൈഡിൽ പെയിന്, അല്ലെങ്കിൽ റൈറ്റ് ബോഡി മൊത്തത്തിൽ പെയിന്. അപ്പോൾ ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എനർജറ്റിക് ബോഡിയിൽ വന്ന ഇമ്പാക്റ്റിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് ആ ഒരു ഇമ്പാക്റ്റ് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു എനർജീസ് സർഫേസിൽ വരുമ്പോൾ ഉള്ള പെയിൻ ആണെന്ന് മനസ്സിലാക്കി റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളൊരു സോൾ ലെവലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും, അതായത് സോളിൻ്റെ എവല്യൂഷനാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഈ ബോഡിയിൽ ഇരുന്നു കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ബോഡി എന്ന് പറയുന്നത് ടെമ്പിളാണ് നമ്മൾക്ക്. അപ്പം ബോഡീനെ കെയർ ചെയ്യുക, ഹെൽത്തി ഹാബിറ്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
മേ ബി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ലേസിനെസ് ഒക്കെ തോന്നുമ്പം നമുക്ക് ഭയങ്കര ക്രേവിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അതൊക്കെയും അതിലൂടെയൊക്കെയും ഗോ ത്രൂ ആവുക. കാരണം നമുക്ക് ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഇമോഷൻസിനെ സപ്രസ് ചെയ്യാനുള്ളതല്ല. ആ ഒരു ഇമോഷൻസിലൂടെ പോകുമ്പം കിട്ടുന്ന എക്സ്പീരിയൻസുകളിലൂടെ നമ്മൾക്ക് ലെസൺസ് പഠിച്ച് ആ ഒരു ഇവല്യൂഷനിലൂടെ മുമ്പോട്ട് പോകാനുള്ളതാണ്. അടുത്തതായിട്ട് കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഹെവി പേർജിങ് ആണ്. ഇതിപ്പം ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഇനിഷ്യൽ അവേക്കനിങ്ങിനുള്ളവരാണോ അല്ലെങ്കിൽ അവേക്കനിങ്ങിൻ്റെ ഏകദേശം കടമ്പകളൊക്കെയും കടന്ന് പോയി കഴിഞ്ഞവരാണോ, അതായത് ഏകദേശം ഹീലായവരാണോ എന്നൊന്നുമില്ല. പേർജിങ് ഹെവി ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് ചക്ര പെയിനും വരുന്നുണ്ടായിരിക്കണം. വളരെയധികം കൺഫ്യൂഷൻ, അതായത് ഞാൻ ഹീൽഡാണോ അല്ലെങ്കിൽ ഇത്രയും ഹീലിംഗ് ചെയ്തിട്ട് ഞാനിനി ഹീലായിട്ടില്ല എന്നൊക്കെയുള്ള ഒരു തോട്ട് പാറ്റേൺ, നെഗറ്റീവ് ഇമ്പാക്റ്റാണ്, നെഗറ്റീവ് തോട്ട് പാറ്റേൺ ആണത്. പ്രത്യേകിച്ചും ഈ കളക്റ്റീവായിട്ട് പേർജിങ് നടക്കുന്നവർക്ക് അവരുടെ ലൈഫിൽ ഈ ഒരു ലൈഫ് ടൈമിൽ 16th ഇയർ തൊട്ട് 21 ഇയേഴ്സ് വരെയുള്ള കാര്യങ്ങളിൽ നടന്ന അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും അവരുടെ മുമ്പിലേക്ക് വരുന്നത്. ആൻഡ് ലോൺലിനെസ്സുമായിരിക്കും. അതായത് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒറ്റപ്പെട്ടു പോയ പല കാര്യങ്ങൾ സർഫേസിൽ വരുന്നുണ്ടായിരിക്കാം. ഓൾറെഡി ഹീലിംഗ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള വൂൺസ് സർഫേസിൽ വരുന്നുണ്ടായിരിക്കാം. അതല്ലാതെ ഒരു ബ്ലോക്ക്ഡ് എനർജി ഫീൽ ആവുന്നുണ്ടായിരിക്കാം, ഒരു ഡൗട്ടിൻ്റെ എനർജി. പിന്നെ വന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഹെവി എനർജീസ് വരുമ്പോൾ പലപ്പോഴും ഇതൊരു ടെസ്റ്റിൻ്റെ ഭാഗവും കൂടെ ആവും നമുക്ക്. അതായത് അത്രയും നെഗറ്റീവ് അറ്റാക്സ് ഒക്കെ വരുമ്പോൾ എത്രത്തോളം നമ്മൾ എനർജറ്റിക്കലി സ്ട്രോങ് ആണെന്നുള്ളത്. അപ്പോൾ ജേർണിയിൽ വിശ്വസിക്കുക, നമ്മൾ ചെയ്യുന്ന ഇന്നർ വർക്കിൽ വിശ്വസിക്കുക, നമ്മളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിൽ വിശ്വസിക്കുക. സർഫേസിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലെ ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ആയിക്കോട്ടെ, അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ആയിക്കോട്ടെ, ലോൺലിനെസ്, ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കളക്റ്റീവ്ലി ഡൗൺലോഡായിട്ട് പറയാൻ വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളും നമ്മൾ ഹീൽ ചെയ്താണെങ്കിൽ പോലും പിന്നെയും അത് സർഫേസിൽ വരുമ്പോൾ ആ ഒരു ഇമോഷൻസിലൂടെ ഫീൽ ആയിക്കൊണ്ട് കടന്നു പോയിക്കൊണ്ട് ഹീൽ ചെയ്യുക. കാരണം ഹീലിംഗ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ ലേയേഴ്സായിട്ടാണ് നടക്കുന്നത്. അപ്പം ഓരോ ദിവസവും നമ്മൾ ഹീലാവുകയാണ്. ഓരോ മണിക്കൂറും, ഈവൻ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ആലോചിക്കുമ്പോഴും നമ്മൾ എവറി മൊമെൻ്റ് ആ ഓരോ എനർജി നമ്മളിൽ എനർജറ്റിക്കലി ഇൻഫ്ലുവൻസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹീലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഇത് ഹീലാവാനുള്ള ബാലൻസ് കാര്യങ്ങൾ എൻ്റെ സർഫേസിൽ വന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഓരോ ഇമോഷൻസിലൂടെ നമ്മൾ ഫീലായിക്കൊണ്ട് ആ ലോവർ വേർഷൻസിനെ നമ്മൾ ഉള്ളിലേക്ക് മേർജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി കളക്റ്റീവായിട്ട് ഇനി ഒരു കാര്യവും കൂടെ ഉള്ളത്, ടി എഫിനോടൊരു ബ്ലെയിമിങ് എനർജി. ടി എഫ് ചെയ്ത കാര്യങ്ങൾ, അതായത് നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളോട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 3Dയിൽ നിന്നും ഒരു ബോഡിയിലിരുന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെയും ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓൾറെഡി ഹീൽഡ് ആണെന്ന് വിചാരിച്ച കാര്യങ്ങൾ പിന്നെയും സർഫേസിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഓൾറെഡി ഹീൽഡ് ആണ്. പക്ഷേ എവിടെയൊക്കെ അതിൻ്റെ ആ ഒരു ഇച്ചിരി അൺഹീൽഡ് പാറ്റേൺസ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ടി എഫിൽ നിന്നും കിട്ടിയ ട്രിഗേഴ്സിനെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അവിടെ ഞാൻ ഈ ഒരു ജേർണിയിലാണ്, ഇത് ഈ ജേർണിയുടെ പാറ്റേൺ ആണെന്ന് നമ്മളോട് പറഞ്ഞ് സപ്രസ് ചെയ്യുന്നതിലും ഇച്ചിരൂടെ ഈസി ഹീലാവാനായിട്ട് ആ ഇമോഷൻസിലൂടെ ഗോ ത്രൂ ആവുക. സെൽഫായിട്ട് ഒരു കമ്പാനിയൻഷിപ്പ് നമ്മൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മേ ബി നമ്മളൊരു ഇമോഷണലി ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസിക്കായിരിക്കും നമ്മളുടെ ടി എഫിനോട് ആ ഒരു മൊമെൻറ്റ് നമ്മൾക്ക് ഇതൊക്കെ അറിയാമെങ്കിലും സംസാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് ഔട്ട് ഓഫ് എല്ലാ ഇൻസെക്യൂരിറ്റീസും നമ്മളുടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം നമ്മൾ ആ ഒരു കണക്ഷനിലേക്ക് എൻ്റർ ആയത്. അപ്പോൾ ആ ഒരു ലോവർ സെൽഫിന് മാപ്പ് കൊടുക്കുക, ആ ഒരു ലോവർ സെൽഫിനെ സേഫായിട്ട് ഫീലാക്കുക. കാരണം പലപ്പോഴും ടി എഫ് ജേർണീസിൽ ഏറ്റവും കൂടുതൽ ഹീലാവാൻ അല്ലെങ്കിൽ ഹീലാക്കാൻ ബുദ്ധിമുട്ടുള്ള പാട്ടെന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിമിനെ നമ്മൾക്ക് ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എനർജറ്റിക്കലി നമ്മൾ ഹീലാക്കിയാൽ ആ എനർജീനെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിലേക്ക്, അതായത് ബോഡിയുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം. ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല അത് പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ
എനർജറ്റിക്കലി നമ്മൾ പറയും ഇത് ട്വിൻ ഫ്ലെയിം ജേർണിയാണ്, അഫർമേഷൻസ് കൊടുക്കും, ഒക്കെ ഹീലാക്കും. പക്ഷേ നമ്മുടെ ബോഡി, പെയിൻ ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നതിലും ഉള്ള ഹോർമോൺസ് അല്ലെങ്കിൽ DNA ലെവലിലുള്ള പല കാര്യങ്ങളും ഇമ്പാക്റ്റ് ആവുന്നുണ്ട് നമ്മുടെ ഇമോഷൻസിലേക്ക്. അപ്പോൾ പിന്നെയും ആ ഒരു TF കണക്ഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ കൗണ്ടർ പാർട്ടിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റി പെട്ടെന്ന് പോപ്പപ്പ് ആവും. അതായത് അത് ആ ബോഡിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ബോഡി ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡൽ എന്ന് പറയും. അത് സൈക്കോളജിക്കലി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ആക്ച്വലി. ആ പേടി കൊണ്ട് ഉൾവലിയും ആക്ച്വലി ഇമോഷൻസ്. അത് എഗെയിൻ നമ്മളുടെ ബ്രെയിനിൽ, നമ്മളുടെ മൈൻഡിൽ, നമ്മുടെ തോട്ട് പാറ്റേണിൽ എഫക്റ്റ് ആവും. അത് പിന്നെ എനർജറ്റിക് വേയിൽ നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ എഫക്റ്റ് ആവും. സോ ഇവിടെ നമ്മൾ റിലാക്സ് ആവുക എന്നുള്ളതാണ്. അതായത് ബോഡിയെയും റിലാക്സ് ചെയ്യുക, ബോഡിയെ കൂടുതലായിട്ട് കെയർ ചെയ്യുക, അതിനായിട്ട് സെൽഫ് ലവിലിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യുക. ട്വിൻ ഫ്ലെയിം ചെയ്ത കാര്യങ്ങൾ നമ്മളുടെ ഗ്രോത്തിനാണെന്ന് മനസ്സിലാക്കുക. അറ്റ് ദ സെയിം ടൈം ആ ഓരോ വേർഷൻസിനും, ആ പെയിൻ അനുഭവിച്ച ആ ഓരോ ലോവർ വേർഷൻസിനെയും ഇൻഡിവിജ്വലി ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ പോലും അവിടെയൊക്കെയും അത്രയും അൺകണ്ടീഷണലായിട്ട് നമ്മൾക്ക് തന്നെ ലവ് കൊടുത്തുകൊണ്ട്, അത്രയും കെയർ കൊടുത്തുകൊണ്ട്, അത്രയും ഒരു കെയറിങ് കൊടുത്തുകൊണ്ട്, അത്രയും നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുന്നത്, ദ സെയിം വേ നമ്മൾ ആ പാസ്റ്റിലെ നമ്മുടെ ലോവർ സെൽഫിനെ ഹീലിംഗ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്രയുമാണ് കളക്റ്റീവായിട്ടുള്ള എനർജി. ഇതിൽ ഇനി കുറച്ച് കാര്യങ്ങളൂടെ, അതായത് സൊല്യൂഷൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും സോളിറ്റ്യൂഡിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ട് കാമായിട്ടൊരു പ്ലേസിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഗൈഡഡ് മെഡിറ്റേഷൻ അല്ലാതെ ജസ്റ്റ് ആ ഒരു സ്പേസിനെ ക്ലെൻസ് ചെയ്തിട്ട് ഇരുന്ന് കണ്ണടച്ചുകൊണ്ട് ഉള്ളിലെ ആ സൗണ്ടിനെ, ആ ഒരു ഇന്നർ വോയിസിനെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. മേ ബി ഇമോഷൻസൊക്കെയും സർഫേസിൽ വരും, അതൊക്കെ അങ്ങനെ വന്നോട്ടെ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു 10 മിനിറ്റ് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഹെൽത്ത് കൂടുതലായിട്ട് ടേക്ക് കെയർ ചെയ്യുക, ജേർണലിങ് ചെയ്യുക, ഈ വരുന്ന കാര്യങ്ങളൊക്കെയും. ആൻഡ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫേസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഹാർട്ട് ചക്ര മെഡിറ്റേഷനാണ്, അല്ലെങ്കിൽ ഹാർട്ട് ചക്ര ഹീലിംഗ് ആണ്, അല്ലെങ്കിൽ ഫോർഗീവ്നെസ് മെഡിറ്റേഷൻസ് ഒക്കെയാണ്. അപ്പം ഇത്രയുമാണ് കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, പെയ്ഡ് ഹീലിംഗ് സെഷൻസിനായിട്ട്, റെക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.